ഞാൻ ഇന്ന് പറയുന്നത് സാന്താരേം എന്ന സ്ഥലത്ത് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ്. 1947 ഫെബ്രുവരി 16 പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ അകലെ സാന്താരേം എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യത്തിൽ വളരെയേറെ സങ്കടത്തിലായിരുന്നു. പരിഹരിക്കാൻ ഒരു മന്ത്രവാദിനിയുടെ സഹായം തേടി. വാഴ്ത്തിയ തിരുവോസ്തി കൊണ്ടുവന്നാൽ പരിഹരിക്കാം എന്ന് മന്ത്രവാദിനി അവളോട് പറഞ്ഞു. സെൻറ്റ് സ്റ്റീഫൻ പള്ളിയിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ആ ഓസ്തി വിഴുങ്ങാതെ തൻ്റെ ശിരോവസ്ത്രത്തിൽ ഒളിപ്പിച്ചു. പുറത്തു കൊണ്ടുവരുന്ന വഴി ആ തിരുവോസ്തിയിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. ഭയന്നു പോയ അവൾ തിരുവോസ്തി വീട്ടിലെ ഒരു പെട്ടിയിൽ ഒളിപ്പിച്ചു. അന്ന് രാത്രിയിൽ ആ പെട്ടിയിൽ നിന്നും വലിയ പ്രകാശം പുറത്തു വരുന്നത് കണ്ട് ഭർത്താവിനോട് സത്യം തുറന്നു പറഞ്ഞു. ആ രാത്രി രണ്ടുപേരും മുട്ടിൽ നിന്ന് രാത്രി മുഴുവൻ ആരാധിച്ചു. പിറ്റേന്ന് അതിരാവിലെ ഇടവക വികാരിയെ അറിയിക്കുകയും ഇടവക വികാരിയും മറ്റു വൈദികരും ഭക്തജനങ്ങളും ചേർന്ന് ഈ തിരുവോസ്തി സെൻറ്റ് സ്റ്റീഫൻ ദേവാലയത്തിൽ കൊണ്ടുവരികയും ചെയ്തു. 3 ദിവസം തുടർച്ചയായി രക്തം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 1996 3 നിരീശ്വരവാദികളായ സയൻറ്റിസ്റ്റ് ഇത് പരിശോധിക്കുകയും ഇത് ജീവനുള്ള രക്തമാണെന്നും ഇതിലെ DNA തുറിലെ തിരുക്കച്ചയിലെയും ഇറ്റലിയിലെ ലാൻസിയാനോയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിലെ ബ്ലഡും ഒന്നാണ് എന്ന് കണ്ടെത്തി. ഗോഡ് ബ്ലെസ് യു.